ഓക്കെ, തേർഡ് മൊഡ്യൂളാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. ദാറ്റ് ഇസ് കോൾഡ് മെഷീൻ ഇൻഡിപെൻഡൻറ്റ് ഫീച്ചേഴ്സ് ആണ് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്ക്. നമ്മൾ നേരത്തെ തേർഡ് മൊഡ്യൂളിൽ സെക്കൻഡ് മൊഡ്യൂളിൽ മെഷീൻ ഡിപ്പെൻഡൻറ്റ് ഫീച്ചേഴ്സ് നോക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് തേർഡ് മൊഡ്യൂൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൻഡിപെൻഡൻറ്റ് ഫീച്ചേഴ്സാണ്. ഓക്കെ, വാട്ട് ഇസ് ദ ഡിഫറൻസ് ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഡിപ്പെൻഡൻറ്റ്? ഒരു അസംബ്ലർ മെഷീനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഫീച്ചേഴ്സാണ് നമ്മൾ നേരത്തെ നോക്കിയതെങ്കിൽ ഇവിടെ നമ്മൾ നോക്കുന്നത് ആ മെഷീന് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചേഴ്സുകളാണ്. അപ്പോൾ അവിടെ ഒരു മെഷീനകത്ത് തന്നെ അത് വർക്ക് ചെയ്യത്തുള്ളുന്നില്ല. ഇറ്റ് ക്യാൻ വേരി ഫ്രം വൺ മെഷീൻ ടു അനദർ. വെറെവർ ഇറ്റ് ഗോസ് ടു ഇറ്റ് ക്യാൻ വർക്ക് ദെയർ. ഓക്കെ, അതാണ് ഇൻഡിപെൻഡൻസിയുടെ ഗുണം. അപ്പോൾ ഏതൊക്കെ ഫീച്ചേഴ്സാണ് മെഷീൻ ഇൻഡിപെൻഡൻറ്റിനകത്ത് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ലിറ്ററൽസ് ഉണ്ട്, സിമ്പിൾ ഡിഫൈനിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്, എക്സ്പ്രഷൻസ് ഉണ്ട്, പ്രോഗ്രാം ബ്ലോക്സ് ഉണ്ട്, കൺട്രോൾ സെക്ഷൻസ് ആൻഡ് പ്രോഗ്രാം ലിങ്കിങ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ലിറ്ററൽസും സിമ്പിൾ ഡിഫൈനിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ലിറ്ററൽസ്? ഓക്കെ, അപ്പോൾ ഫീച്ചേഴ്സ് ഏതൊക്കെയാണ്? ലിറ്ററൽസ് ഉണ്ട്, സിമ്പിൾ ഡിഫൈനിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്, എക്സ്പ്രഷൻസ് ഉണ്ട്, പ്രോഗ്രാം ബ്ലോക്സ് ഉണ്ട്, കൺട്രോൾ സെക്ഷൻസ് ആൻഡ് പ്രോഗ്രാം ലിങ്കിങ് ഉണ്ട്. അപ്പോൾ ആദ്യമേ എന്താണ് ലിറ്ററൽസ് നോക്കാം. ലിറ്ററൽസ് ആർ ബേസിക്കലി ഡിഫൈൻഡ് ആസ് ഓപ്പറാൻഡ്സ്. ഓക്കെ, എന്ത് ടൈപ്പ് ഓഫ് ഓപ്പറാൻഡ്സ് ആണ്? വിച്ച് ആർ യൂസ്ഡ് ഫോർ അസൈനിങ് വാല്യൂ കോൺസ്റ്റൻറ്റ് ഓപ്പറാൻഡ്സ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കോൺസ്റ്റൻറ്റ്, നമ്മുടെ ഇൻസ്ട്രക്ഷൻ സെറ്റിൻ്റെ കൂടെ ഒരു ഓപ്പറാൻഡ് ഉണ്ടെങ്കിൽ ആ ഓപ്പറാൻഡിൻ്റെ സ്ഥാനത്ത് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ് എന്നുണ്ടെങ്കിൽ ദാറ്റ് ക്യാൻ ബി ടേംഡ് ആസ് എ ലിറ്ററൽ. മനസ്സിലായോ? ഒരു ഇൻസ്ട്രക്ഷൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിലാണ് ഓപ്പറാൻഡ് ഇരിക്കുന്നത്. ആ ഓപ്പറാൻഡിൻ്റെ സ്ഥാനത്ത് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, അത് കൂടാതെ ഒരു കാര്യം കൂടെ ഉണ്ട്, അതിനെ പ്രിഫിക്സ് ആയിട്ട് നമ്മൾ ഈക്വൽ ടു സൈൻ യൂസ് ചെയ്യും. അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ദാറ്റ് വാല്യൂ ഇസ് കോൾഡ് ആസ് എ ലിറ്ററൽ. ഓക്കെ, ദാറ്റ് ആ ഒരു ഓപ്പറാൻഡിനെയാണ് നമ്മൾ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ കോൺസ്റ്റൻറ്റ് ഓപ്പറൻസ് ക്യാൻ ഹാവ് ഓൾറെഡി അസൈൻഡ് വാല്യൂസ്. അപ്പം ഈ കോൺസ്റ്റൻറ്റ് ഓപ്പറൻസിന് ഓൾറെഡി ഒരു അസൈൻഡ് വാല്യൂ കാണാം. ഓക്കെ, സോ എ ലിറ്ററൽ ഇസ് ഐഡൻറ്റിഫൈഡ് യൂസിങ് എ പ്രിഫിക്സ് ഓഫ് ഈക്വൽ ടു. നമ്മൾ പഠിച്ചു, മറ്റ് ഇമ്മീഡിയറ്റ് അഡ്രസ്സിങ്ങിനാണെങ്കിൽ ഹാഷ്, ഇൻഡയറക്റ്റ് ആണെങ്കിൽ @, എക്സ്റ്റെൻഡഡ് ഫോമാറ്റ്സ് ആണെങ്കിൽ പ്ലസ് സൈൻ, അങ്ങനെ ഓരോന്ന് യൂസ് ചെയ്യുന്നത് പോലെ തന്നെ ലിറ്ററൽസിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈക്വൽ ടു സൈൻ. Okay, and all literal operands used in the program are gathered together into a single pool. അപ്പോൾ എന്താണ് ലിറ്ററൽ പൂൾസ് എന്നുള്ളത് നമ്മൾ പിന്നീട് നോക്കുന്നുണ്ട്. പൂൾസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഓൾസോ ടൈപ്പ് ഓഫ് എ ഡേറ്റ സ്ട്രക്ചർ വിച്ച് വി ഹാവ് സ്റ്റഡീഡ്. നമ്മളിപ്പോൾ സിം ടാബ്, ഓപ്പ് ടാബ്, ലൊക്കേഷൻ കൗണ്ടർ എന്നൊക്കെ പറഞ്ഞ് ഡേറ്റ സ്ട്രക്ചേഴ്സ് പഠിച്ചതുപോലെ തന്നെ ഒരു സ്പെസിഫിക് അല്ലെങ്കിൽ ഒരു സ്പെഷ്യലൈസ്ഡ് ടൈപ്പ് ഓഫ് ഡേറ്റ സ്ട്രക്ചറാണ് ഈ ലിറ്ററൽ പൂൾസ്. ഈ ലിറ്ററൽ പൂൾസ് യൂസ് ചെയ്യുന്നത് മോസ്റ്റ് ഓഫ് ദി പ്രോഗ്രാംസിൽ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എൻഡ് ഓഫ് ദി പ്രോഗ്രാമിലാണ് നോർമൽ കൺവെൻഷൻ. പ്രോഗ്രാമിൻ്റെ എൻഡിലായിരിക്കും നമ്മൾ ഈ ലിറ്ററൽ പൂൾസിന് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുക, അല്ലെങ്കിൽ നമ്മൾ മാർക്ക് ചെയ്യുക. അപ്പം അല്ലെങ്കിൽ ഉള്ള കേസസ് വരുന്നുണ്ട്, നമുക്ക് നോക്കാം. അപ്പോൾ ആസ് ടോൾഡ് ദ ഡിസൈൻ ഐഡിയ ഈസ് എ കോൺസ്റ്റൻറ്റ് ഓപ്പറൻറ്റിനെയാണ് പറയുന്നത്. പ്രിഫിക്സ് ആയിട്ട് ഈക്വൽ ടു സൈൻ ഉണ്ട്. ദിസ് അവോയ്ഡ്സ് ഹാവിങ് ടു ഡിഫൈൻ ദ കോൺസ്റ്റൻറ്റ് എൽസ്വെയർ ഇൻ ദ പ്രോഗ്രാം ആൻഡ് മേക്കപ്പ് എ ലേബൽ ഫോർ ഇറ്റ്. എന്ന് വെച്ചാൽ ഞാൻ ആദ്യമേ ഒരു കോൺസ്റ്റൻറ്റ്, ഇപ്പം നമ്മൾ ഇമ്മീഡിയറ്റ് അഡ്രസ്സിങ്ങിൽ നമ്മളൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ കൊടുക്കുമ്പോൾ ഇറ്റ്സ് ഒരു ഇൻറ്റീജർ നമ്പർ. പക്ഷേ ഇവർ തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്, പക്ഷേ അത് പറഞ്ഞു വരാം. അപ്പോൾ ഇങ്ങനൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ കൊടുക്കുമ്പോൾ മറ്റെവിടെയെങ്കിലും നമ്മൾ ലേബലായിട്ട് അതിനെ റെഫർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ലിറ്ററലായിട്ട് കൊടുക്കുമ്പോൾ. ഓക്കെ, അതാണ് ഇതിൻ്റെ ഒരു ഗുണം. അപ്പോൾ എ ലിറ്ററൽ പൂൾ ഷോസ് അസൈൻഡ് അഡ്രസ്സസ് ആൻഡ് ജനറേറ്റഡ് ഡേറ്റ വാല്യൂസ്. അപ്പം നമ്മുടെ സിം ടാബിൽ നമ്മൾ ലേബൽസ് എല്ലാം ഡിനോട്ട് ചെയ്തതിൻ്റെ കറസ്പോണ്ടിങ് അഡ്രസ്സ് കൊടുക്കുന്നത് പോലെ തന്നെ ഒരു ലിറ്ററൽ പൂളിനകത്ത് നമുക്കവിടെ പൂൾ എന്നാണ് പറയുന്നത്. ആ പൂളിനകത്ത് നമുക്ക് കറസ്പോണ്ടിങ് അഡ്രസ്സസ്, അതിൻ്റെ വാല്യൂസ്, അതിൻ്റെ ഫ്ലാഗ്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. When the literal pool is to use at some other locations in the object program, the assembler directive uses LTORG. ഓക്കെ, എന്ന് പറഞ്ഞാൽ LT എന്ന് പറഞ്ഞാൽ ലിറ്ററൽ, ORG എന്ന് പറഞ്ഞാൽ ഒറിജിൻ. ഓക്കെ, LTORG യൂസ് ചെയ്യും എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ പ്രോഗ്രാമിൻ്റെ എൻഡിലാണ് നമ്മൾ ലിറ്ററൽ പൂൾ നോർമൽ കൺവെൻഷനും വഴി യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ യൂസ് ചെയ്യുന്നതിന് പകരം നമുക്കൊരു കൺവീനിയൻസിന് വേണ്ടിയിട്ട് പ്രോഗ്രാമിൻ്റെ ഇടയ്ക്ക് തന്നെ നമുക്ക് ലിറ്ററൽസ് യൂസ് ചെയ്യാം.
അങ്ങനെ ലിറ്ററൽസ് യൂസ് ചെയ്യണമെങ്കിൽ വാട്ട് വി ഹാവ് ടു ഡു ഇസ്, എവിടെയാണോ ഞാൻ ലിറ്ററൽ യൂസ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ തൊട്ട് മുന്നേ LTORG എന്ന് ഉള്ള ഇതൊരു ഡിറക്റ്റീവാണ്. ഇതൊരു അസംബ്ലി ഡിറക്റ്റീവാണ്. നമ്മളൊരു സ്പെസിഫിക് അസംബ്ലി ഡയറക്റ്റീവ്, സ്പെഷ്യൽ ഡിറക്റ്റീവാണ്. നമ്മൾ 10 ഡയറക്റ്റീവ്സ് എല്ലാം പഠിച്ചിട്ടുണ്ട്. അപ്പം ഇത് ഒരു സ്പെഷ്യൽ ഡിറക്റ്റീവാണ്. ഈ ഡിറക്റ്റീവ് യൂസ് ചെയ്യുന്ന ഇതിനൊരു ഇൻസ്ട്രക്ഷൻ കോഡൊന്നും വരത്തില്ല. അപ്പോൾ ഇതെന്തിനെ മാത്രം സൂചിപ്പിക്കുന്നു? മെഷീനോട് ഇൻസ്ട്രക്ട് ചെയ്യുവാണ് ഇനി ഞാൻ ഡിനോട്ട് ചെയ്യാൻ പോകുന്നത് ഒരു ലിറ്ററൽ ആണ് എന്ന് കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിറക്റ്റീവാണ് LTORG. ലിറ്ററലി മീൻസ് ഇറ്റ് ഈസ് എ ലിറ്ററൽ ഒറിജിൻ. Okay, and when the assembly encounters this thing, the statement creates a literal pool that contains all of the literal operands since previous LTOR statements. എന്നാൽ നമുക്കൊരു പ്രോഗ്രാമിൽ ഒന്നിൽ കൂടുതൽ LTORG യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ കഴിഞ്ഞ LTORGക്ക് ശേഷം ഏതൊക്കെ ലിറ്ററൽസ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം കൂടി ഒന്നിച്ച് എൻ്റെ പ്രോഗ്രാമിൻ്റെ ഇടയ്ക്ക് ഞാൻ യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഒന്നിൽ കൂടുതൽ ചെയ്യാം. രണ്ടാമത്തെ ചെയ്യുമ്പോൾ ആദ്യത്തെ LTORG യൂസ് ചെയ്തതിന് ശേഷം എത്ര ലിറ്ററൽസ് വന്നോ അതെല്ലാം ഒന്നിച്ചായിരിക്കും പൂളായിട്ട് എൻ്റെ പ്രോഗ്രാമിനിടയ്ക്ക് ഞാൻ സ്റ്റോർ ചെയ്യുന്നത്. When the LTORG statement is not used in the literal operand, it would be defined as a literal pool only at the end. അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രോഗ്രാമിന് എൻഡിൽ മാത്രമേ നമ്മളത് യൂസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്ക്. ഇവിടെ പ്രോഗ്രാം LDA ഈക്വൽ ടു CEOF എന്ന് വെച്ചാൽ എൻഡ് ഓഫ് ഫയൽ എന്ന് ഡിനോട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അവിടെ നമ്മൾ ഒരു എൻഡ് ഓഫ് ഫയൽ എന്നൊരു ബൈറ്റിനെ നമ്മൾ ലോഡ് ചെയ്തു. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് അതൊരു ലിറ്ററലാണ്. കാരണം നോക്കിയേ, ഈക്വൽ ടു സൈൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നോർമലി നമ്മളൊരു പ്രോഗ്രാം ചെയ്യുമായിരുന്നെങ്കിൽ, ഓക്കെ, നോർമൽ കേസിലുള്ള കാര്യം പറയുവാം, അപ്പം ലിറ്ററലായിട്ട് യൂസ് ചെയ്തില്ലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ, അതിന് അവിടെ ഒരു വേരിയബിളായിട്ട് ഞാൻ കൊടുക്കും, അല്ലെങ്കിൽ ആ വേരിയബിളിനെ ഞാൻ താഴെ വന്ന് ഡിനോട്ട് ചെയ്യും, അല്ലേ? അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിന് പകരം ലിറ്ററലായിട്ട് യൂസ് ചെയ്യുന്നത് കണ്ടോ, ലിറ്ററലായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഈക്വൽ ടു CEOF ഡയറക്റ്റ്ലി എനിക്ക് കൊടുക്കാൻ പറ്റും. എന്നിട്ട് എവിടേക്ക് എത്ര ലിറ്ററൽസ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടോ ആ ലിറ്ററൽസിനെ എല്ലാം ഞാൻ എവിടെ യൂസ് ചെയ്യാം, നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഇടയ്ക്ക് ഞാൻ യൂസ് ചെയ്യുവാണെങ്കിൽ വീൽ യൂസ് ഈ കീവേഡ് LTORG. ഓക്കെ, കണ്ടോ, LTORG യൂസ് ചെയ്തുണ്ടോ? അതിനുശേഷം ഞാൻ ഏതൊക്കെ ലിറ്ററൽസ് യൂസ് ചെയ്തിട്ടുണ്ടോ ആ ലിറ്ററൽസിനെ എല്ലാം ഞാനിവിടെ കൊടുക്കാം. അപ്പം നിങ്ങളൊരു കാര്യം നോക്കണം, അതിൻ്റെ സിൻഡാക്സ്, ലിറ്ററലിൻ്റെ സിൻഡാക്സുകൾ എന്ന് പറയുമ്പോൾ ഒരു സ്റ്റാർ സിമ്പിളും കൂടെ നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, അപ്പം നോക്കി സ്റ്റാർ സൈൻ നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ പ്രോഗ്രാമിന് ഇടയ്ക്കല്ല യൂസ് ചെയ്യുന്നത്, പ്രോഗ്രാമിൻ്റെ എൻഡിലായിട്ട് LTORG യൂസ് ചെയ്തിട്ട് ഏതൊക്കെ നമുക്ക് ലിറ്ററൽസ് ഉണ്ടോ മറ്റ് ഇൻസ്ട്രക്ഷൻസിനെ നമ്മളെല്ലാം കൂടി ഒന്നിച്ച്, മറ്റ് ഇൻസ്ട്രക്ഷൻസ് അല്ല, ലിറ്ററൽ പൂൾസിലുള്ള ഇൻസ്ട്രക്ഷൻസ് എല്ലാം കൂടി നമ്മൾ ഒന്നിച്ച് താഴോട്ട് പ്രോഗ്രാമിന് എൻഡിൽ യൂസ് ചെയ്യും. എന്നാൽ അതേ സമയത്ത് ഇവിടെ നോക്കിയാൽ നമ്മൾ ഒരു പ്രോഗ്രാമിൽ ഇടയ്ക്ക് യൂസ് ചെയ്യണമെങ്കിൽ അപ്പം ഈ ഒരു ലിറ്ററലിനെ ഞാൻ പ്രോഗ്രാമിൽ ഉപയോഗിച്ചിട്ട് ഇതിനെ എനിക്ക് താഴെ അതിനെ റെഫർ ചെയ്യണം, അല്ലെങ്കിൽ അതെന്താണെന്ന് കാണിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അതൊരു ലിറ്ററൽ ആണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ താഴെ അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതിൻ്റെ കറസ്പോണ്ടിങ് ലൊക്കേഷൻ കൗണ്ടർ അനുസരിച്ച് അതിൻ്റെ അഡ്രസ്സ് കാണും, പിന്നെ അതിനെ സ്റ്റാർ യൂസ് ചെയ്യും, എന്നിട്ട് ഈക്വൽ ടു അത് എഴുതിയിട്ട് അതിനൊരു ലൊക്കേഷൻ കാണും. ഈ ലൊക്കേഷൻ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഈ ഒരു ലൊക്കേഷന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അത് കാരണം ഡിസ്പ്ലേസ്മെൻറ്റ്, നമ്മൾ PC റിലേറ്റീവ് ബേസ് റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡ് പഠിച്ചപ്പോൾ പറഞ്ഞു, അവർക്ക് അഡ്രസ്സിനകത്ത് നമ്മൾ കൊടുത്തേക്കുന്ന ഒരു ഡിസ്പ്ലേസ്മെൻറ്റാണ്. ആ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന കറണ്ട് ലൊക്കേഷൻ്റെ കൂടെ ഡിസ്പ്ലേസ്മെൻറ്റ് ആഡ് ചെയ്യുമ്പോഴാണ് അവരുടെ എഫക്റ്റീവ് അഡ്രസ്സ് കിട്ടുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ വരുമ്പോൾ ഇതിൻ്റെ അഡ്രസ്സ് ഇവിടെ ഉള്ളപ്പോൾ അതിൻ്റെ അഡ്രസ്സ് ഇതായിരിക്കും. അപ്പം ബേസിക്കലി പറയുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മൾ രണ്ടും എഫക്റ്റീവ് അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് അൾട്ടിമേറ്റ്ലി കിട്ടുന്ന വാല്യൂ ഇത് തന്നെയാണ്. ഈ OF എന്ന് പറയുന്ന സംഭവം തന്നെയാണ് നമുക്ക് എഫക്റ്റീവ്ലി കിട്ടുന്നത്. എന്ന് വെച്ചാൽ അഡ്രസ്സ് ആക്ച്വലി ഒന്ന് തന്നെയാണ് വരുന്നത്. അത് ലിറ്ററൽ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഈക്വൽ ടു സൈൻ യൂസ് ചെയ്തിട്ട് അതിനെ ഡിനോട്ട് ചെയ്ത് കാണിക്കുന്നത്. ഓക്കെ, അപ്പം ഡയറക്റ്റായിട്ട്, അപ്പം നോർമലി ഞാനാണെങ്കിൽ ഇങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് എൻ്റെ ഗുണം എന്ന് പറയുന്നത്, നമുക്ക് ഇവിടെ ഒരു സാധാരണ നമ്മളിപ്പം ഒരു നോർമൽ പ്രോഗ്രാം നമ്മൾ ചെയ്യുവാണെങ്കിൽ ഇവിടെ നമ്മൾ ഒരു വേരിയബിൾ കൊടുക്കുന്നു, ആ വേരിയബിൾ കൊടുത്തിട്ട് താഴെ വന്ന് എനിക്ക് ഡിഫൈൻ ചെയ്യണം, അല്ലേ? ഇവിടെ ഡിഫൈൻ ചെയ്യത്തില്ല,
കാരണം ഇവിടെ നമ്മൾ പറയുന്നു ഇത് ലിറ്ററൽ ആണ് എന്ന് കാണിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി ലിറ്ററൽ പൂൾ എന്താണെന്ന് വെച്ചാൽ ഓൾ ദി ലിറ്ററൽ ഓപ്പറൻസ് യൂസ്ഡ് ഇൻ ദി പ്രോഗ്രാം ആർ ഗ്യാതേർഡ് ടുഗെദർ ഇൻ ടു വൺ ഓർ മോർ ലിറ്ററൽ പൂൾസ്. അപ്പം ഓപ്പറാൻസ് ഏതൊക്കെ ലിറ്ററൽ ഓപ്പറാൻസ് ഉണ്ടോ അതെല്ലാം ഒന്നിച്ച് നമ്മൾ ലിറ്ററൽ പൂളിൽ കൊണ്ടുവയ്ക്കും. ദിസ് ഈസ് യൂഷ്വലി പ്ലേസ്ഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി പ്രോഗ്രാം. ഓക്കെ, അപ്പം ഒരു എക്സാമ്പിൾ നോക്കിക്കോ. 1076 സ്റ്റാർ ഈക്വൽ ടു X05. ഈ എക്സ് ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? ടെസ്റ്റ് ഡിവൈസിനെയാണ് നമ്മൾ എക്സ് എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം ഈ 10 അപ്പം ഇതിനകത്ത് ഏത് ഡിവൈസിനെയാണ് ടെസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ഇൻബിൽഡി നമ്മൾ ലിറ്ററൽ ആയിട്ടൊരു കോൺസ്റ്റന്റ് ആയിട്ട് ഞാൻ കൊടുക്കുക. അപ്പം ഈക്വൽ ടു സൈൻ കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പം അവിടുത്തെ നമ്മൾ കറസ്പോണ്ടിങ് അഡ്രസ്സും 05 തന്നെ വരും. മറ്റേടത്ത് നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് വരുമെങ്കിലും ഇങ്ങനെ ടെസ്റ്റ് ഡിവൈസ് ഇങ്ങനത്തെ കേസുകളിലൊക്കെ നമുക്ക് അഡ്രസ്സ് 05 തന്നെ വരുന്നത്. അപ്പം അതല്ല നമ്മുടെ വിഷയം. നമ്മളിവിടെ പറഞ്ഞു വരുന്നത് ഇത്രേ ഉള്ളൂ. ഇതൊരു ലിറ്ററൽ പൂളിനകത്ത് നമ്മൾ കൊണ്ടുവരും. ഓക്കെ, കാരണം ഇത് നമ്മുടെ ലൊക്കേഷൻ കൗണ്ടറാണ്. പിന്നെ ഇതിനെ ഒരു ലിറ്ററൽ പൂളാണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഈക്വൽ ടു സൈൻ ഉണ്ട്, അതേപോലെ സ്റ്റാർ സൈനും ഉണ്ട്. ഓക്കെ, ഇതെന്ന് പറയുന്നത് നമ്മുടെ ഒബ്ജക്റ്റ് കോഡാണ്. നമ്മൾക്കിപ്പോൾ പറയത്തില്ലേ ഇമ്മീഡിയറ്റ് അഡ്രസ്സിങ്ങിനകത്ത് #3 എന്ന് പറയുവാണെങ്കിൽ 3 തന്നെ ആയിരിക്കുമല്ലോ നമ്മുടെ അഡ്രസ്സിൻ്റെ അവസാനം വരുന്നത്. അതേപോലെ തന്നെ ടെസ്റ്റ് ഡിവൈസിന് 05 ആയതുകൊണ്ടാണ് ഇത് വരുന്നത്. അപ്പം മറ്റേതെങ്കിലും ബൈറ്റ്സ് ഒക്കെ ആണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് തന്നെ ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇവിടെ ടെസ്റ്റ് ഡിവൈസിൽ ആയതുകൊണ്ടും അതേപോലെ മറ്റ് കാൽക്കുലേഷൻസ് ഇല്ലാത്ത ടൈപ്പ് ഓഫ് അഡ്രസ്സിംഗ് മോഡ് ആയതുകൊണ്ടാണ് 05 എന്ന് ഡയറക്റ്റ് വന്നെന്ന് കാണിച്ചേക്കുന്നത്. ഇറ്റ് ഈസ് ഓക്കെ, അത് നമുക്ക് ഇവിടെ ഇപ്പം അതിന് ഇമ്പോർട്ടൻസ് ഇല്ല. ബട്ട് യു ഹാവ് ടു ജസ്റ്റ് നോ ദാറ്റ് ഹൗ ടു റെപ്രസെൻറ്റ് ലിറ്ററൽ. ഓക്കെ, ലിറ്ററൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? നമുക്കൊരു സ്റ്റാർ സിമ്പിൾ യൂസ് ചെയ്യുന്നു, അതേപോലെ ഈക്വൽ ടു സിമ്പിൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി in some cases it is placed at some other locations in the object program. An assembler directive LTORG is used. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. നോർമലി എൻ്റെ ദ പ്രോഗ്രാമിലാണ്, പക്ഷേ ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു പ്രോഗ്രാം ലൊക്കേഷൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്താണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ LTORG യൂസ് ചെയ്യുന്നു. അപ്പം നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. And the literal pool definition is done after LTORG is encountered. ഓക്കെ, അപ്പം LTORG കൊടുത്ത ശേഷം തൊട്ട് താഴെ എന്തായിരിക്കും സ്വാഭാവികമായിട്ട് കൊടുക്കുന്നത്? അതിൻ്റെ ഡെഫിനേഷൻ ആയിരിക്കും. അതിൻ്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത്. കണ്ടോ, ഇങ്ങനെ കൊടുത്ത ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇത് പ്രോഗ്രാമിന് ഇടയ്ക്കാണെങ്കിലുള്ള കേസാണ് പറഞ്ഞത്. അപ്പോൾ ഇനി ഇംപ്ലിമെൻറ്റേഷൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്ററൽ പൂൾസ് എന്ന് പറയുന്നത് പ്ലേസ്ഡ് അറ്റ് ദി end of the program. In some cases it is desirable to place literals in between the locations. Okay, അപ്പോൾ അവിടെ യൂസ് ചെയ്യുന്ന അസംബ്ലർ ഡയറക്റ്റീവ്സ് LTORG ആണ്. അതിൻ്റെ റീസൺ എന്ന് പറയുന്ന കാര്യം നമ്മുടെ പ്രോഗ്രാമിനോട് ഏറ്റവും അടുത്ത് നിൽക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്ട്രക്ഷനോടെ കൂടെ ഏറ്റവും അടുത്ത് നിൽക്കണം നമ്മൾ ലിറ്ററൽ. ആ ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് നമ്മൾ LTORG യൂസ് ചെയ്യുന്നത്. മനസ്സിലായി? ഇത്രയേ ഉള്ളൂ പറയുന്നത്. നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ നോർമലി ഞാൻ പറഞ്ഞു അതിന് എൻഡിലാണ് നമ്മൾ ആ പ്രോഗ്രാമിൻ്റെ ലിറ്ററൽസിനെ യൂസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ പ്രശ്നം എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ പറഞ്ഞല്ലോ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ലിറ്ററലി യൂസ് ചെയ്യുന്നത്. ഈ ഡിസ്പ്ലേസ്മെൻറ്റ് യൂസ് ചെയ്യുമ്പം നമ്മുടെ പ്രോഗ്രാമിൽ നിന്ന് ഡിസ്റ്റൻസ് കൂടിയാണ് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പം അത് ചെയ്യുന്നതിന് പകരം നമ്മൾ ഈ പ്രോഗ്രാമിന് ഇടയ്ക്ക് തന്നെ LTORG യൂസ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്ന് പറയുന്നത് നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് കറസ്പോണ്ടിങ് ഉണ്ട്, അതിൻ്റെ കൂടെ നമ്മുടെ ലിറ്ററലും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ചെറിയ ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കും. അപ്പം തന്നെ ആ ഡിനോഷൻ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പം നമ്മുടെ ഇൻസ്ട്രക്ഷന് അടുത്ത് കിടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അസംബ്ലർ ഡയറക്റ്റീവ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ലിറ്ററൽസും ഇമ്മീഡിയറ്റ് ഓപ്പറൻസും നമ്മളെ വ്യത്യാസം പറയാം. ഈ ലിറ്ററൽസ് എന്ന് പറയുമ്പം ഓക്കെ, ഇമ്മീഡിയറ്റ് ഓപ്പറാൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദി മെഷീൻ ഇൻസ്ട്രക്ഷൻ. ദി ഓപ്പറൻറ്റ് വാല്യൂ ഈസ് അസംബിൾഡ് ആസ് എ പാർട്ട് ഓഫ് ദി മെഷീൻ ഇൻസ്ട്രക്ഷൻ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻസ്ട്രക്ഷൻ്റെ ലൊക്കേഷൻ കൗണ്ടർ അല്ലെങ്കിൽ നമ്മുടെ അഡ്രസ്സാണ് 0020 നമ്മുടെ ലൊക്കേഷൻ കൗണ്ടർ, പിന്നെ നമ്മുടെ ഓപ്പറേറ്റർ LDA, അത് കഴിഞ്ഞിട്ട് ഓപ്പ് കോഡ്, അതിനുശേഷം നമ്മുടെ #3 എന്ന് പറയുന്നത് നമ്മുടെ ഓപ്പറാൻഡ് അല്ലേ. അപ്പം നമ്മുടെ ഒബ്ജക്റ്റ് കോഡ് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്തത്? നമ്മുടെ ഓപ്പ് കോഡും ഓപ്പറാൻഡും കൂടെ ചേർത്തിട്ടാണ് ഈ 3 ആണ് നമ്മളിവിടെ ഡിനോട്ട് ചെയ്തത് അല്ലേ. അപ്പം പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഒരു ഇമ്മീഡിയറ്റ് ഓപ്പറാൻഡ്സ് ആണെങ്കിൽ അവിടെ കൊടുക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഓൾറെഡി ആൻ ഇൻസ്ട്രക്ഷൻ അല്ലേ. ഈ 3 എന്ന് പറയുന്നത് ഓൾറെഡി നമ്മുടെ ഇൻസ്ട്രക്ഷൻ ഓപ്പ് കോഡിനകത്ത് നമ്മുടെ ഒബ്ജക്റ്റ് കോഡിനകത്ത് വരുന്ന ഡയറക്റ്റ് ഇൻസ്ട്രക്ഷനാണ്. ഓക്കെ, പക്ഷെ അതേസമയം ലിറ്ററൽ അങ്ങനല്ല. ലിറ്ററൽ നമ്മളൊരു കോൺസ്റ്റന്റ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, ഈ ഒരു കോൺസ്റ്റന്റിനെയാണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ
it generates a specific value as a constant at some other memory location. ഇതിപ്പം കറക്റ്റ് ഈ 3 എന്ന് പറഞ്ഞ അതേ ലൊക്കേഷനിലാണ് ഇത് വരുന്നത്. പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷനിലല്ല. ഇതെന്ന് പറയുന്നത് എന്ത് മാത്രമാണ്, ഒരു ഡിസ്പ്ലേസ്മെന്റ് മാത്രമാണ്. അപ്പം നമ്മുടെ കറണ്ട് ലൊക്കേഷൻ്റെ എഫക്റ്റീവ് അഡ്രസ്സ് കിട്ടണമെങ്കിൽ എങ്ങനെ കിട്ടത്തോളൂ? നമ്മൾ PC റിലേറ്റീവും ബേസ് റിലേറ്റീവ് ചെയ്യുന്നത് പോലെ തന്നെ ഇവിടെയും കിട്ടത്തോളൂ. ഓക്കെ, അപ്പം ഏതെങ്കിലും ഒരു മെമ്മറി ലൊക്കേഷൻ ആയിരിക്കും. കാരണം ഇത് എവിടെയാണോ നമ്മുടെ പ്രോഗ്രാം കൊണ്ടുവെക്കുന്നത് ഇറ്റ് ഡിപ്പെൻസ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, റീലൊക്കേഷൻ പറഞ്ഞപ്പം പറഞ്ഞില്ലേ, അപ്പം 1000 എന്ന ലൊക്കേഷനിലാണ് നമ്മുടെ പ്രോഗ്രാം കൊണ്ടുവരുന്നതെന്നുണ്ടെങ്കിൽ ഇറ്റ് വേരീസ്. അതേപോലെ 2000-ലാണ് നമ്മുടെ പ്രോഗ്രാം കൊണ്ടുവെക്കുന്നുണ്ടെങ്കിൽ ദിസ് അഗെയിൻ വേരീസ്. ഓക്കെ, മനസ്സിലായോ? പക്ഷെ അതേ സമയത്ത് നമുക്ക് എന്താണോ മിഡിൽ നിന്ന് എന്താണോ ഞാൻ കൊടുത്തേക്കുന്നത് അത് ഡയറക്റ്റായിട്ട് എൻ്റെ അഡ്രസ്സ് തന്നെയാണ്. പക്ഷെ ഇവിടെ നമ്മൾ ഡയറക്റ്റായിട്ട് അഡ്രസ്സ് അല്ല. അപ്പോൾ ഇമ്മീഡിയറ്റ് അഡ്രസ്സിങ്ങും ലെറ്റേഴ്സും തമ്മിലുള്ള വ്യത്യാസം ബേസിക്കലി 2 വ്യത്യാസങ്ങളാണുള്ളത്. ഒന്ന് അപ്പിയറൻസിലുള്ള വ്യത്യാസവും 2 അതിൻ്റെ അഡ്രസ് ലൊക്കേഷനിലുള്ള വ്യത്യാസവും. ഒന്നാമത്തെ അപ്പിയറൻസ് എന്താണ്? ഇവിടെ ഹാഷ് ആണ് യൂസ് ചെയ്യുന്നത്, ഇവിടെ ഈക്വൽ ടു ആണ് യൂസ് ചെയ്യുന്നത്. ബട്ട് ബോത്ത് ആർ ബേസിക്കലി കോൺസ്റ്റന്റ് ഓപ്പറേൻസ്. ഇനി രണ്ടാമത്തെ വ്യത്യാസം എന്താണ്? ഇറ്റ്സ് എ പാർട്ട് ഓഫ് എ മെഷീൻ ഇൻസ്ട്രക്ഷൻ. ആ ഇൻസ്ട്രക്ഷൻ്റെ പാർട്ട് തന്നെ ആയിരിക്കും ആ നമ്പർ, ആ വാല്യൂ. ഓക്കെ, ആ 3 എന്ന് പറയുന്ന വാല്യൂ തന്നെയാണ് അതിൻ്റെ ഒബ്ജക്റ്റ് കോഡിലെ അഡ്രസ്സ് എന്ന് പറയുന്നത്. പക്ഷെ അതേ സമയത്ത് ഇവിടെ കൊടുക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും കൊടുക്കുന്നത്. അവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ദ കോറസ്പോണ്ടിങ് മെമ്മറി ലൊക്കേഷൻ ഇസ് കാൽക്കുലേറ്റഡ് യൂസിങ് എൻ എഫക്റ്റീവ് അഡ്രസ് ഇക്വേഷൻ ഓർ യൂസിങ് ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ഈ ഡ്യൂപ്ലിക്കേറ്റ് ലിറ്ററൽസ്. എന്താണ് ഡ്യൂപ്ലിക്കേറ്റ് ലിറ്ററൽസ്? നമ്മൾ സിംടാബിലൊക്കെ പറഞ്ഞില്ലേ, ഡ്യൂപ്ലിക്കേസി ഉണ്ടെങ്കിൽ അവിടെ എറർ കാണിക്കും, അല്ലെങ്കിൽ ആ ഒരെണ്ണം മാത്രം അത് സേവ് ചെയ്ത് വെക്കും. അതേപോലെ തന്നെ നമുക്കിപ്പോൾ ഓൾറെഡി ഇപ്പോൾ TD ടെസ്റ്റ് ഡിവൈസിനകത്ത് നമ്മൾ X05 ഓൾറെഡി ഞാൻ അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ലിറ്ററലായിട്ട് എങ്ങനെയുണ്ടെങ്കിൽ, പിന്നെ അവിടെ ഡ്യൂപ്ലിക്കേറ്റ് ലിറ്ററൽസ് അങ്ങനെ അലൗഡ് അല്ല. ഓക്കെ, അവിടെ അപ്പം എന്തേ കാണത്തുള്ളൂ? അപ്പം അതിൻ്റെ ഒരു കോപ്പി മാത്രമേ അത് സേവ് ചെയ്യാൻ ശ്രമിക്കത്തുള്ളൂ. പിന്നെ മറ്റൊരെണ്ണം ഡ്യൂപ്ലിക്കേഷൻ വരുവാണെങ്കിൽ അത് എറർ കാണിക്കും. ഓക്കെ, അപ്പം ഡ്യൂപ്ലിക്കേഷൻ ഇവിടെയും പറ്റത്തില്ല. അപ്പം ഡ്യൂപ്ലിക്കേറ്റ് ലിറ്ററൽസ്, അപ്പം അത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? എങ്ങനെയാണ് ഡ്യൂപ്ലിക്കേറ്റ് ലിറ്ററൽസ് കണ്ടുപിടിക്കുന്നത് വെച്ചാൽ ഇറ്റ് കമ്പയർസ്. ഓക്കെ, കമ്പയർ ചെയ്യും. ഇപ്പം ഇപ്പം ഇവിടെ X05 ഈക്വൽ ടു X05 എന്ന് പറഞ്ഞ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ 2 രീതിയിൽ കമ്പയർ ചെയ്യാം. 2 രീതിയിൽ കമ്പയർ ചെയ്യുമ്പോൾ ഐദർ ഇറ്റ് കമ്പയർസ് വിത്ത് അപ്പിയറൻസ്. എന്ന് വെച്ചാൽ അപ്പിയറൻസ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, X ഈക്വൽ ടു X-05 ഹൈഫൺ അല്ല, കോട്ട് 05 കോട്ട് അല്ലേ? അങ്ങനെ കൊടുക്കുമ്പം അത് ആക്ച്വലി ഈക്വൽ ആണ്. ഇത് ഈക്വൽ ആണെന്ന് അപ്പം മനസ്സിലായി അവിടെ ഡ്യൂപ്ലിക്കേസി ഉണ്ടെന്ന്. പക്ഷെ ചില കേസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ നേരത്തെ കാണിച്ചത് EOFന്റെ കേസിൽ അവിടുത്തെ കറക്റ്റ് അഡ്രസ്സ് എന്ന് പറയുന്നത് ആദ്യമേ കാണിക്കുമ്പോൾ വേറെ ഒരു അഡ്രസ്സാണ്, 3210 എന്ന് പറയുന്ന അഡ്രസ്സാണ്. പക്ഷേ Xന്റെ വാല്യൂ 45 4F46 എന്നാണ് അതിൻ്റെ താഴെ ലിറ്ററൽ പൂളിൽ കൊടുത്തിരിക്കുന്ന അഡ്രസ്സ്. പക്ഷേ ബേസിക്കലി അത് രണ്ടും അപ്പിയറൻസിൽ ഡിഫറെൻ്റ് ആണെങ്കിലും അതിൻ്റെ വാല്യൂ ഒന്നാണ്. എന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു പ്രോഗ്രാമിൽ ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മതിയാവും. ഇത് കണ്ടോ, ഈ പ്രോഗ്രാമിൽ EOF എന്ന് പറയുമ്പം ഇവിടെ EOFനകത്ത് കൊടുത്തേക്കുന്ന ഒപ്കോഡ് അഡ്രസ്സ് എന്ന് പറയുന്നത് 032010 ആണ്. അതിനെ ലിറ്ററൽ പൂളിൽ കൊടുക്കുമ്പോൾ അതിൻ്റെ അഡ്രസ്സ് 454F45 ആണ് അല്ലേ? അപ്പം ബേസിക്കലി ഇതിൻ്റെ വാല്യൂ നോക്കുമ്പോൾ രണ്ടും EOF തന്നെയാണ് കിട്ടുന്നത്. പക്ഷേ ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് കോഡ്, ആ ഒരു ലൊക്കേഷൻ്റെ ഒബ്ജക്റ്റ് കോഡ്, ആ ഇൻസ്ട്രക്ഷൻ ഒബ്ജക്റ്റ് കോഡ് എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, പക്ഷെ അതിന്റെ വാല്യൂ എന്താണ്? ഇപ്പം നമ്മൾ പോയിന്ററിന്റെ കാര്യം പറയത്തില്ലേ, പോയിന്റർ അഡ്രസ്സ് ലൊക്കേറ്റ് ചെയ്യുന്നത് കറക്റ്റ് ലൊക്കേഷൻ, രണ്ടിൻ്റെയും വാല്യൂ ഒന്ന് തന്നെ. പക്ഷേ 2 അഡ്രസ്സുകളായിട്ട് കൊടുത്തേക്ക്, രണ്ടും പോയിന്റ് ചെയ്യുന്നത് എങ്ങോട്ട് തന്നെയാണ്? ഈ EOFലോട്ട് തന്നെയാണ് പോയിന്റ് ചെയ്യുന്നത് അല്ലേ? അപ്പം ഒരു രീതിയിൽ എന്ന് പറയുന്നതിന് അപ്പിയറൻസ് വെച്ച് കമ്പയർ ചെയ്യാം. രണ്ടാമത്തേന്ന് പറയുന്നത് ഇങ്ങനെ കമ്പയർ ചെയ്യാം. എന്ന് വെച്ചാൽ ഈ EOFന്റെ ലിറ്ററലിന്റെ വാല്യൂവും Xന്റെ ഈ വാല്യൂ കൂടെ കമ്പയർ ചെയ്യുമ്പം ആക്ച്വലി അത് തെറ്റാണ് അപ്പിയറൻസിൽ. പക്ഷെ അതിൻ്റെ വാല്യൂ കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്താണ്? ദേ ആർ ഐഡന്റിക്കൽ ഓപ്പറൻസ് വാല്യൂ അല്ലേ? അപ്പം 2 രീതിയിൽ നമുക്ക് റെക്കഗ്നൈസ് ചെയ്തിട്ട് അതിനെ എന്ത് ചെയ്യാം? കമ്പയർ ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേസി ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, പക്ഷെ രണ്ടാമത്തെ കേസ് ഇച്ചിരി ഡിഫിക്കൾട്ടാണ്, ആദ്യത്തെ കേസ് ഇച്ചിരി സിമ്പിളാണ് അല്ലേ? ആദ്യത്തെ കേസ് എന്ന് പറഞ്ഞാൽ അപ്പിയറൻസ് നോക്കിയാൽ മതി അല്ലേ? ക്യാരക്ടർ സ്ട്രിങ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടും? അത് ഡിഫറെൻ്റ് ആണെങ്കിൽ ഡിഫറെൻ്റ് ആണെന്ന് പറയാൻ പറ്റും. പക്ഷെ രണ്ടാമത്തെ കേസിൽ നമ്മൾ അതിൻ്റെ വാല്യൂ മനസ്സിലാക്കി അഡ്രസ് ലൊക്കേഷൻസ് കണ്ടുപിടിച്ച് അതിൻ്റെ വാല്യൂ എല്ലാം രണ്ടും ഒന്നാണോ എന്ന് കണ്ടുപിടിക്കാൻ ഇറ്റ് ടേക്സ് ടൈം ആൻഡ് ഇറ്റ്സ് ഡിഫിക്കൾട്ട്. ഓക്കെ,
ഇനി ലിറ്ററൽസ് ഡിനോട്ടിങ് ദ വാല്യൂ ഓഫ് ദ ലൊക്കേഷൻ കൗണ്ടർ. അപ്പം literals referring to the current value of the location counter denoted by the symbol star. Such literals are used for loading base registers. എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ബേസ് രജിസ്റ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് സർട്ടൺ രജിസ്റ്റേഴ്സ്, എല്ലാം ബേസ് രജിസ്റ്റർ മാത്രമല്ല സർട്ടൺ ടൈപ്സ് ഓഫ് രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ റീലൊക്കേഷൻ്റെ കാര്യം വരുന്നില്ലേ. അപ്പോൾ പല പല ലൊക്കേഷനിൽ വരുമ്പോൾ പല പല അഡ്രസ്സുകളായിരിക്കും അതിന്. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ലൊക്കേഷൻ വെയർ ദേ ആർ പ്ലേസ്ഡ് അല്ലേ. അപ്പം അങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമുക്ക് ഇങ്ങനെ കൊടുത്താൽ മതി, ബേസ് സ്റ്റാർ LDB സ്റ്റാർ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, കറണ്ട് ലൊക്കേഷൻ, കറണ്ട് ഇപ്പം ഞാൻ എവിടെയാണോ ഇരിക്കുന്നത് ആ ലൊക്കേഷൻ ആയിരിക്കും ബേസ് രജിസ്റ്ററിനകത്തോട്ട് വരുന്നതും ആ ലൊക്കേഷൻ ആയിരിക്കും നമുക്ക് എങ്ങോട്ട് ലോഡ് ചെയ്യുന്നത്, അക്യുമുലേറ്ററിനകത്തോട്ട് ലോഡ് ചെയ്യുന്നത്. മനസ്സിലായോ? അക്യുമുലേറ്റർ അല്ല, സോറി, ബേസ് രജിസ്റ്ററിനകത്തോട്ട് ലോഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം പറഞ്ഞത് ഇത്രേ ഉള്ളൂ. നമുക്ക് ഓരോ ലൊക്കേഷനിൽ വരുമ്പം ഓരോ അഡ്രസ്സുകൾ വരുന്നത് കൊണ്ട് നമുക്ക് ഇവിടെ എന്താണ് യൂസ് ചെയ്യുന്നത്, സ്റ്റാർ എന്ന സിമ്പൽ യൂസ് ചെയ്യും. ഈ സ്റ്റാർ സിമ്പൽ എന്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്, കറൻ്റ്ലി ഏത് ലൊക്കേഷനിലാണ് ഇരിക്കുന്നത് അതിൻ്റെ കൗണ്ടർ അഡ്രസ്സ് ആയിരിക്കും ഇരിക്കുന്നത്. അപ്പം ഓരോ മെഷീൻ ഇൻഡിപെൻഡൻ്റ് എന്നല്ലേ പറയുന്നത്. അപ്പോൾ ഈ മെഷീനിൽ ഇരിക്കുന്ന അഡ്രസ്സ് ആയിരിക്കണം എന്നില്ല വേറെ മെഷീനിൽ പോകുമ്പം. അപ്പം കറസ്പോണ്ടിങ് ആയിട്ടുള്ള അഡ്രസ് ലൊക്കേഷൻ കറൻ്റ്ലി ഏത് വേണമോ അതായിരിക്കും ആ ബേസ് രജിസ്റ്ററിനകത്തോട്ട് ലോഡ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സ്റ്റാർ സിമ്പൽ. ഓക്കെ, ഇനി ഹാൻഡ്ലിംഗ് ഓഫ് ലിറ്ററൽസ്, ലിറ്ററൽ പൂളിൻ്റെ കാര്യമാണ് പറയാൻ പോകുന്നത്. ദ ബേസിക് ഡേറ്റ സ്ട്രക്ചർ യൂസ്ഡ് ബൈ അസംബ്ലർ ടു ഹാൻഡിൽ ലിറ്ററൽസ് ആർ ലിറ്റ് ടാബ്. ഓക്കെ, നമ്മൾ സിം ടാബ് പോലെ ലിറ്ററൽ പൂളിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ഡേറ്റ സ്ട്രക്ചറാണ് ലിറ്റ് ടാബ്, ലിറ്ററൽ ടേബിൾ എന്നാണ് പറയുന്നത്. ഫോർ ഈച്ച് ലിറ്ററൽ ദിസ് ടേബിൾ കണ്ടെയ്ൻസ് ലിറ്ററൽ നെയിം, operand value, length and address assigned to the operand when it is placed in a literal pool. അപ്പോൾ ലിറ്ററൽ പൂളിൽ എന്തൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്, ഒരു ലിറ്ററൽ നെയിം ഉണ്ട്, ഓപ്പറാൻഡ് വാല്യൂ ഉണ്ട്, ലെങ്ത് ഉണ്ട്, അഡ്രസ് ഉണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അത് എന്തൊക്കെയാണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കുക, എന്തൊക്കെയാണ് ലിറ്ററൽ പൂളിലുള്ള ലിറ്ററൽ നെയിം ഉണ്ട്, ഓപ്പറാൻഡ് വാല്യൂ ഉണ്ട്, ലെങ്ത് ഉണ്ട്, അഡ്രസ് ഉണ്ട്. ഇത്രയും സാധനം ചേർന്നിട്ടാണ് ഒരു ലിറ്റ് ടാബ് വരുന്നത്. ഈ ലിറ്റ് ടാബ് ഈസ് ഓർഗനൈസ്ഡ് ആസ് എ ഹാഷ് ടേബിൾ വിത്ത് ലിറ്ററൽ നെയിം ആസ് കീ. അപ്പം ഹാഷ് ടേബിൾ തന്നെ ആയിരിക്കും നമ്മുടെ ലിറ്റ് ടാബും. മറ്റേതുപോലെ തന്നെ ഇവിടുത്തെ കീ എന്ന് പറയുന്നത് ലിറ്ററലിൻ്റെ പേര് യൂസ് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ കീ റെഫർ ചെയ്യുന്നത്. ഇനി ഒന്നാമത്തെ പാസിൽ എന്താ ചെയ്യുന്നത്, നമുക്ക് 2 പാസ് ഉണ്ട്. അപ്പം 2 പാസിൽ ആദ്യത്തെ പാസിൽ ലിറ്റ് ടാബിൻ്റെ സ്റ്റേജ് എങ്ങനെയാണ്, രണ്ടാമത്തതിനകത്ത് എങ്ങനെയാണ്. ആദ്യത്തെ പാസിൽ സ്വാഭാവികമായിട്ട് അസംബ്ലർ സെർച്ച് ചെയ്യുന്നു ലിറ്റ് ടാബിൽ കറസ്പോണ്ടിങ് ലിറ്ററൽ ടേബിളും അതിൻ്റെ നെയിംസ് അതിൻ്റെ വാല്യൂസ് എല്ലാം എന്ത് ചെയ്യും, സെർച്ച് ചെയ്തിട്ട് കണ്ടുപിടിക്കുക അതിനകത്ത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കുക. അപ്പം ഇതെല്ലാം ലിറ്റ് ടാബിൽ കൊണ്ടുവയ്ക്കുക. അതിനുശേഷം രണ്ടാമത്തെ പാസിലാണ് എന്ത് ചെയ്യുന്നത്, ഓപ്പറേൻഡ് അഡ്രസ് ഫോർ യൂസ്, അതിന് യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കോഡ് അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂസ് ജനറേറ്റ് ചെയ്യാൻ, അതിൻ്റെ അഡ്രസ് വാല്യൂസ് അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ദി ഓപ്പറൻഡ് അഡ്രസ് ഫോർ യൂസ് ഇൻ ജനറേറ്റിംഗ് കോഡ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ സെർച്ചിങ് ലിറ്റ് ടാബ് ഫോർ ഈച്ച് ലിറ്ററൽ ഓപ്പറൻഡ്. അപ്പോൾ ഈ ലിറ്റ് ടേബിളിൽ ഉള്ള ഓപ്പറാൻഡ്സിനെ യൂസ് ചെയ്തിട്ട് ആയിരിക്കും അതിൻ്റെ അഡ്രസ്സുകൾ ജനറേറ്റ് ചെയ്യുന്നത്. അത് രണ്ടാമത്തെ പാസിലാണ്. ആദ്യത്തെ പാസിൽ കോഡ് ജനറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് എക്സാമ്പിൾ. ഇപ്പോൾ സിം ടാബിൻ്റെ എക്സാമ്പിൾ ഇതാണ്. നമ്മൾ നെയിംസ് ഓഫ് ലേബൽസ് ഉണ്ട്, പിന്നെ അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂസ് കാണും. പക്ഷേ അതേസമയത്ത് ലിറ്റ് ടാബിൽ എന്തൊക്കെയുണ്ട്, ലിറ്ററൽസിൻ്റെ പേരുകളുണ്ട്, അതിൻ്റെ ഹെക്സാഡെസിമൽ വാല്യൂസ് ഉണ്ട്, ലെങ്ത് ഉണ്ട്, അഡ്രസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ലിറ്റ് ടാബിലുള്ളത്. അപ്പം 4 കോളംസ് ഉണ്ട്. ഓക്കെ, അപ്പം ഒന്നാമത്തെ പാസിൽ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ലിറ്ററൽ എൻകൗണ്ടേഴ്സ് ഇസ് സെർച്ച് ഇൻ എ ലിറ്ററൽ ടേബിൾ ഇഫ് ദ ലിറ്ററൽ ഓൾറെഡി എക്സിസ്റ്റ്. ഓൾറെഡി ആ ലിറ്ററലിനകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ ആക്ഷൻസ് ഒന്നും എടുക്കത്തില്ല, കാരണം ഓൾറെഡി ആ ലിറ്ററൽ ഉണ്ടല്ലോ. ഇഫ് ഇറ്റ് ഇസ് നോട്ട് പ്രസന്റ് നമ്മൾ എന്ത് ചെയ്യും, ഈ ലിറ്റ് ടാബിനകത്തോട്ട് നമ്മുടെ ഈ അഡ്രസ്സും കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോൺസ്റ്റന്റ് വാല്യൂ കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, വെൻ പാസ് 1 എൻകൗണ്ടേഴ്സ് LTORG സ്റ്റേറ്റ്മെന്റ്, നമുക്ക് കൗണ്ടറിൽ സ്കാൻ ചെയ്ത് താഴോട്ട് പോകുമ്പോൾ LTORG സ്റ്റേറ്റ്മെന്റ് കാണുവാണെങ്കിൽ ഒന്നെങ്കിൽ LTORG സ്റ്റേറ്റ്മെന്റ് ഡയറക്റ്റീവായിട്ട് കാണും, അല്ലെങ്കിൽ എൻഡ് ഓഫ് ദി പ്രോഗ്രാമിൽ കാണും. ദ അസംബ്ലർ എന്ത് ചെയ്യും, ആ ലിറ്ററൽ ടേബിളെ സ്കാൻ ചെയ്തിട്ട്
At this time, each literal currently in the table is assigned an address. അപ്പോഴാണ് നമുക്ക് അതിന് അഡ്രസ്സ് അലോട്ട് ചെയ്ത് കൊടുക്കുന്നത്. അഡ്രസ്സ് അലോട്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ, അങ്ങനെ അലോട്ട് ചെയ്ത് കൊടുത്ത ശേഷം മാത്രമേ എനിക്ക് അവസാനം ഒബ്ജക്റ്റ് കോഡ് ജനറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ ദി അസൈൻഡ് അഡ്രസ്സസ് ആർ അസൈൻഡ് ആൻഡ് ദി ലൊക്കേഷൻ കൗണ്ടർ ഇസ് അപ്ഡേറ്റഡ് ടു റിഫ്ലക്ട് ദി നമ്പർ ഓഫ് ബൈറ്റ്സ്. എത്ര ബൈറ്റ്സുകൾ വേണമെന്ന് നമ്മൾ തീരുമാനിക്കും. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ 4 കോളംസ് ഉണ്ടല്ലോ, അതുകൊണ്ട്. ഇനി ഡ്യൂറിങ് പാസ് ടു എന്ത് ചെയ്യും? ഇറ്റ് സെർച്ചസ് എ ലിപ് ടാബ് ഫോർ ദി ലിറ്ററൽ എൻകൗണ്ടേർഡ് ഇൻ ദി ഇൻസ്ട്രക്ഷൻ ആൻഡ് റീപ്ലേസസ് ഇറ്റ് വിത്ത് ദി ഇക്വലന്റ് വാല്യൂ. അപ്പം നോർമൽ പോലെ തന്നെ രണ്ടാമത്തെ പാസ്സിൽ ഈ ലിപ് ടാബിൽ നോക്കിയിട്ടായിരിക്കും അതിൻ്റെ കറക്റ്റ് കൊറസ്പോണ്ടിങ് ഒബ്ജക്റ്റ് കോഡ് ജനറേറ്റ് ചെയ്യുന്നത്. ഇനി അപ്പം നമ്മൾ ഇത്രയും നേരം പറഞ്ഞതെല്ലാം ലിറ്ററൽസിൻ്റെ കാര്യമാണ്. ഓക്കെ, എന്തിൻ്റെ കാര്യം? ലിറ്ററൽസിൻ്റെ കാര്യമാണ് പറഞ്ഞത്. എന്നാൽ ഇനി രണ്ടാമത്തെ സെഷനായ സിമ്പിൾ ഡിഫൈനിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നെക്സ്റ്റ് വരുന്നത്. സിമ്പിൾ ഡിഫൈനിങ് സ്റ്റേറ്റ്മെൻറ്റ്സിൽ അത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് തരാം. ഓക്കെ.